ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസും ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഈ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം തന്നെ ചിക്കൻ്റെ ഐറ്റം ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ തിന്നായിട്ടാണ് കേട്ടോ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കറക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്തിട്ടാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളകും കൂടി ചേർത്താൽ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ കറിക്ക് വരുന്നത്. ട്രിവാൻഡ്രം സൈഡിലാണ് സാധാരണ ഈ ഒരു മുളക് കൂടുതലും കിട്ടാറായിട്ടുള്ളത്. തൊണ്ടമുളകെന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ തക്കാളി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യിപ്പിച്ചെടുക്കുക. തക്കാളിയൊക്കെ വെന്തുടയുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ചിക്കനിൽ ആ അരപ്പിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് തന്നെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം. ഇനി മൂടി ഒന്ന് തുറന്നു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അരപ്പെത്തുന്ന രീതിയിൽ വേണം ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി ഇതൊന്നും കൂടി മൂടി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ട് കറി നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഞാനിവിടെ 1 കപ്പോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള നന്നായിട്ട് ചിരുകിയെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളവരുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ 1 കപ്പോളം പുട്ടുപൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. തരിയുള്ള പൊടി 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു 2.5 കപ്പോളം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പത്തിരിപ്പൊടിയില്ലേ അതാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളമല്ല, ഈ വെള്ളത്തിൽ ഈ മാവ് കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വരണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി കുറച്ചൊന്ന് ശക്തിയായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ മാവെല്ലാം വെന്തിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്ന ടൈമിൽ, നമുക്ക് കൈ വെച്ച് തൊടാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ ഒരു പരന്ന പാത്രം എടുക്കുക, അതിലേക്ക് മാവ് തട്ടിക്കൊടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് വിരവിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വിരവിയെടുക്കാനായിട്ട്. എത്രത്തോളം നന്നായിട്ട് വിരവാൻ പറ്റുമോ അത്രത്തോളം തന്നെ നന്നായിട്ട് തന്നെ വിരവിയെടുക്കുക. അപ്പോൾ മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ബോൾ പിടിക്കാം. അപ്പോൾ ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് വിരവിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡെല്ലാം പൊട്ടൽ വീണിട്ടുണ്ടാവും. ഇതിപ്പോൾ പൊട്ടലൊന്നും വീണിട്ടില്ല, നന്നായിട്ട് തന്നെ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഈ മാവിൻ്റെ പരുവം നമ്മൾ നോക്കുന്നത്. അപ്പോൾ സൈഡൊന്നും പൊട്ടിയിട്ടില്ല, അപ്പോൾ നല്ല റെഡി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് ഏകദേശം 22 ഒറട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു ഒറട്ടി പ്രസ് എടുക്കുക. അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ എപ്പോഴും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാറ്. അപ്പോൾ ഞാനിതിപ്പം ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഓരോന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡും കൂടെ കുക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഒറട്ടിയും അതുപോലെ തന്നെ ട്രഡീഷണൽ ചിക്കൻ കറിയും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.